ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഓപ്പോടെ Reno 14 സീരീസിലെ 14 Pro ആണ്. ഇതാണ് 14. ഈ രണ്ട് ഫോണുകളുടെ ഒരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ സീരീസ് നമുക്കറിയാം, ഓപ്പോയുടെ ഫാൻസിന് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സീരീസാണ് Reno സീരീസ്. നല്ല ക്യാമറ സെറ്റപ്പും കാര്യങ്ങളും ഉണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത. എന്തായാലും ബാക്കിയെല്ലാം ഇത്തവണ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് അൺബോക്സ് ചെയ്ത് രണ്ടിൻ്റെ ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ ആദ്യം ബോക്സ് ഓപ്പൺ ചെയ്യാം. ഓപ്പോ Reno 14 Pro 5G ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ മുകളിൽ തന്നെ വേറൊരു ചെറിയ ബോക്സാണ്. അതിനകത്ത് കേസ്, ഡോക്യുമെൻറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. കേസ് നന്നായിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കാം. ഈ കാണുന്നതാണ് ഫോണിൻ്റെ ഒരു ഡിസൈൻ. ഓക്കെ, ഓപ്പോ Reno 14 Pro എങ്ങനെയുണ്ട് സംഭവം? കൊള്ളാവും? ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? എനിക്ക് നന്നായിട്ടാണ് തോന്നിയത്. എന്തായാലും ഇത് മാത്രമല്ല, 14 കൂടി അതിന് മുമ്പ് ബോക്സിൽ ചാർജർ 80 വാട്ടിൻ്റെ സൂപ്പർ ബുക്ക് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചാർജർ ഇരിക്കുന്നുണ്ട് ബോക്സിൽ. കേബിൾ, സിം ടൂൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ എന്തായാലും ഇതെല്ലാം കൂടി അങ്ങോട്ട് മാറ്റി വെക്കാം. ഫോണിലേക്ക് വരാം. Reno 14 Pro 14 കൂടി എടുക്കാം അല്ലേ? ഇതായിരിക്കുന്നു 14ന്റെ ബോക്സ്. ഓപ്പൺ ചെയ്യുമ്പോൾ 14 നമ്മുടെ കയ്യിൽ കിട്ടുകയാണ്. 14 Pro പേൾ വൈറ്റ് ആണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന കളർ. ഇത് ഫോറസ്റ്റ് ഗ്രീൻ എന്ന് പറയുന്ന കളറാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അതായത് 14. സോ രണ്ടിനെയും കളർ കണ്ടല്ലോ. ഡിസൈൻ പെട്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ കാണുന്ന തരത്തിലൊരു പ്രത്യേക തരം ഡിസൈനൊക്കെ ബാക്കിൽ കൊടുത്തിട്ടുണ്ടല്ലേ, നൈസായിട്ടുണ്ട്. എന്തായാലും താഴെ സ്പീക്കർ ഗില്ല്, ടൈപ്പ് സി പോർട്ട്, മെയിൻ മൈക്രോഫോൺ, ഡുവൽ നാനോ സിം സ്ലോട്ട്, ലെഫ്റ്റ് സൈഡ് ക്ലീൻ ആണ്, റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടൺ, ടോപ്പിൽ സ്പീക്കർ ഗില്ല്, IR ബ്ലാസ്റ്റർ, നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഫ്രണ്ട് ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. പഞ്ച് ഹോൾ ക്യാമറ സെറ്റപ്പ്, നല്ല ക്ലീൻ ആയിട്ടുള്ള ഡിസൈൻ. അതിൽ തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറാണ് വരുന്നത്. ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതി, പടപടാന്നുണ്ട് ഓൺ ആവുന്നുണ്ട്, യാതൊരു ഇഷ്യൂസും ഇല്ല. നല്ല ഫാസ്റ്റായ ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളുമാണ്. സോ നല്ല ഡീസൻ്റ് ആയിട്ടുള്ള സെറ്റപ്പ്. ഏകദേശം അതേ ഒരു ലുക്ക് തന്നെയാണ് 14 വരുന്നത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. 14 അവിടെ ഇരിക്കട്ടെ. നിങ്ങൾക്ക് 14 Pro ആദ്യം പറയാം. കൂട്ടത്തിൽ ഞാൻ എല്ലാം 14 പറഞ്ഞു പോകാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഐഡിയ കിട്ടും രണ്ടും തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ടെന്നുള്ളത്. 7.58 mm ആണ് ഇതിൻ്റെ തിക്നെസ്. അതായത് സ്ലിമ്മായ ഡിസൈനാണ്. ഒപ്പം തന്നെ 201 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. വളരെ ലൈറ്റ് വെയിറ്റുമായിട്ട് ഫീൽ ചെയ്യുന്നു. ഓവർ വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. 200 ഗ്രാം എന്നൊക്കെ പറയുന്നത് പ്രതീക്ഷിക്കേണ്ട. നൈസ് ആയിട്ടുണ്ട്, കയ്യിൽ കംഫർട്ടാണ്. ഇൻഡസ്ട്രി ഫസ്റ്റ് വെൽവെറ്റ് ഗ്ലാസ് ഡിസൈൻ ആണ് വരുന്നത്. ഒപ്പം തന്നെ എയറോസ്പേസ് ഗ്രേഡ് അലുമിനിയം ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ്. സോ സ്ട്രോങ് ആണ്. പിന്നെ സ്പോഞ്ച് ബയോണിക് കുഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഡ്യൂറബിലിറ്റിയുടെ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. കോണിംഗ് കൊള്ള ക്ലാസ് 7 ഐയുടെ പ്രൊട്ടക്ഷൻ ആണ് വരുന്നത്. IP66, 68, 69 തുടങ്ങിയ എല്ലാ റേറ്റിംഗുകളും വരുന്നുണ്ട്. സോ സ്ട്രോങ് ആയ, ഡ്യൂറബിൾ ആയ ആൻഡ് നൈസായ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് തന്നെയാണ് ഓപ്പോ എന്ന് പ്രതീക്ഷിക്കുന്നത്. നല്ല നൈസായ ഡിസൈൻ. ഇനി നമുക്ക് ഇതിന്റെ ക്യാമറ നോക്കാം. കാരണം ഓപ്പോയുടെ ഫോൺ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ നല്ല ക്യാമറ ഉണ്ടാവാറുണ്ട്. ഇത്തവണ എങ്ങനെയുണ്ട് ക്യാമറ നോക്കാം. നിങ്ങളൊരു ട്രാവലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് നൈസായിട്ട് ഉപയോഗിക്കാം. കാരണം എല്ലാതരം ഫോട്ടോസിൽ എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. സൂമിംഗ് അടക്കം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ മെയിൻ ക്യാമറയുടെ സാമ്പിൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. 50 മെഗാപിക്സലിൻ്റെയാണ് മെയിൻ ക്യാമറ വരുന്നത്. OIS സപ്പോർട്ട് അടക്കമാണ് വരുന്നത്. ലാർജറായ ഒമിനി വിഷൻ സെൻസറാണ് വരുന്നത്. OIS സപ്പോർട്ട് അടക്കം നൈസ് ആയിട്ടുള്ള ക്വാളിറ്റി കിട്ടുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടോ നിങ്ങൾ പറയാം. ഇനിയിപ്പോൾ നമ്മൾ വലിയ ബിൽഡിങ്ങുകളിലേക്ക് മുമ്പിൽ നിന്ന് അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് വൈഡ് ആംഗിൾ വേണ്ടി വരും. തീർച്ചയായിട്ടും ഇതിൽ വൈഡ് ആംഗിൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നൈസ് ആയിട്ടുള്ള വൈഡ് ആംഗിൾ ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ കാണാം വൈഡ് ആംഗിൾ ഫോട്ടോസിൻ്റെ ഒരു ക്വാളിറ്റി. 116 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ ആണ് വരുന്നത്. നൈസ് ആയിട്ടുണ്ട്. ഇനി ഇതല്ലാതെ നമുക്ക് ഇത്തിരി അകലെയുള്ള ഒബ്ജക്റ്റുകൾ സൂം ചെയ്തെടുക്കേണ്ടി വരും. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ട്രാവലൊക്കെ പോകുമ്പോൾ എവിടെയെങ്കിലും നിന്നിട്ട് ഇത്തിരി അകലുള്ള സംഭവം സൂം ചെയ്യണം തോന്നിയാൽ തീർച്ചയായിട്ടും ഒരു സൂമിങ്, ഒപ്റ്റിക്കൽ സൂം, നല്ല സൂം വേണം. 3.5x ഒപ്റ്റിക്കൽ സൂം ഈ ഒരു ഫോൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സൂം ചെയ്തിട്ട് ഞാൻ എടുത്ത ഫോട്ടോസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. നൈസ് ആയിട്ടുള്ള ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് സൂം ചെയ്തും ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. പക്ഷേ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാന്നുള്ളത് നിങ്ങൾ വേണോട്ടോ പറയാൻ. സംഭവത്തിൽ എടുക്കാൻ പറ്റുന്ന സംഭവങ്ങൾ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ. സെൽഫി ക്യാമറ 50 മെഗാപിക്സലിനാണ്. ഓട്ടോ ഫോക്കസ് അടക്കം വരുന്നുണ്ട്. സാമ്പിൾസ് കണ്ടു നോക്കാം. നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഫോട്ടോസ് ആണെന്നാണ് വിചാരിക്കുന്നത്. സോ മെയിൻ ഫോട്ടോസും കാര്യങ്ങളൊക്കെ പിടികിട്ടിയല്ലോ. വീഡിയോ സാമ്പിൾ കൂടി അറിയണമല്ലേ. മെയിൻ ക്യാമറയിൽ 4K വീഡിയോ 60 FPS HDR സപ്പോർട്ട് അടക്കം നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാം. സ്റ്റേബിളായ 4K വീഡിയോ ആണ് നമുക്ക് കിട്ടുന്നത്. അതും EIS, ഡുവൽ EIS സപ്പോർട്ട് അടക്കമാണ് വരുന്നത്. നൈസ് ആയിട്ടുണ്ട് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാം. സെൽഫി ക്യാമറയുടെ വീഡിയോ സാമ്പിൾ ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ടെന്ന് നോക്കുക. അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു വീഡിയോസും ഫോട്ടോസൊക്കെ കിട്ടുന്നുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ലെവൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നെ ഓൾറെഡി നമുക്കറിയാം AI ഒരു കാലഘട്ടമാണ്. AI എഡിറ്റർ 2.0 ഇതിനകത്ത് വരുന്നുണ്ട്. ഒരുപാട് AI ഫീച്ചേഴ്സ് ഉണ്ട്. 2-3 ജസ്റ്റ് സാമ്പിൾ ഒന്ന് കാണിച്ചു തരാം. AI ലൈവ് ഫോട്ടോ, നമുക്കിതിൽ ലൈവ് ഫോട്ടോ വരുന്നുണ്ട്. നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോൾ ജസ്റ്റ് ആ ഒരു മൊമെൻറ്റ് മാത്രമല്ല, ആ ഒരു ഇമേജ് മാത്രമല്ലാതെ ഒരു ചെറിയൊരു വീഡിയോ പോലെ ആ ഒരു സീനിൻ്റെ മൊത്തത്തിലുള്ളൊരു സംഭവം ഷൂട്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ് ഈ ലൈവ് ഫോട്ടോ. അത് വരുന്നുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രെയിം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫോട്ടോ ഒരു പൊസിഷൻ മിസ്സായി പോകുന്നു, അല്ലെങ്കിൽ ഒരു പോസ് മിസ്സായി പോകുന്നുള്ള പേടി വേണ്ട. കുട്ടികളുടെയൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ വളരെയധികം യൂസ്ഫുള്ളാണ്. പിന്നെ AI റീകമ്പോസ് എന്ന് പറയുന്ന ഒരു സംവിധാനം വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫോട്ടോ എടുത്തു, അതിൻ്റെ ഒരു സ്റ്റൈല് ശരിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ AI റീകമ്പോസ് കൊടുക്കുകയാണെങ്കിൽ AI അതിനെ ഒന്ന് കറക്റ്റ് ചെയ്ത് നൈസാക്കി തരും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നോക്കുക കേട്ടോ. പിന്നെ AI പെർഫെക്റ്റ് ഷോട്ട്, നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോൾ അതിൽ ആരെങ്കിലും കണ്ണൊക്കെ അടച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ പെർഫെക്റ്റ് ഷോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മറ്റുള്ള ഫോട്ടോസിന് ആ വ്യക്തിയെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് കണ്ണ് അടഞ്ഞിരിക്കുന്ന ആളുടെ കണ്ണൊന്ന് തുറന്ന് വെക്കുന്ന പരിപാടിയൊക്കെ ഇത് ചെയ്യുമെന്നാണ് പറയുന്നത്. പിന്നെ ഇത് കൂടാതെ AI ഇറേസർ ഉണ്ട്. നമുക്ക് അൺവാണ്ടഡ് ആയ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിനെ ഈസി ആയിട്ട് ഇറേസ് ചെയ്ത് കളയാം.
പിന്നെ ക്ലാരിറ്റി എൻഹാൻസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ അൺബ്ലർ, എന്തെങ്കിലും ബ്ലർനെസ് ഉണ്ടെങ്കിൽ അത് കളയാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. റിഫ്ലക്ഷൻ റിമൂവൽ കൊടുത്തിട്ടുണ്ട്. സോ ഇങ്ങനെ ലോട്ട് ഓഫ് AI ഫീച്ചേഴ്സ് ഫോട്ടോസ് ഗാലറി ഇതിൻ്റെയൊക്കെ ഭാഗത്ത് വരുന്നുണ്ട്. എല്ലാം ഉപയോഗിച്ച് നോക്കുക. സോ അപ്പോൾ ക്യാമറ ആൻഡ് AI ഫീച്ചേഴ്സ് ഒരു ഐഡിയ കിട്ടിയല്ലോ. സോ അപ്പോൾ അതാണ് Reno 14 പ്രോയുടെ മെയിൻ ഒരു സെറ്റപ്പ് ക്യാമറയെ കുറിച്ച്. 14ലേക്ക് വരുമ്പോൾ ക്യാമറ സ്പെക്കിൽ വ്യത്യാസമുണ്ട് കേട്ടോ. മെയിൻ ക്യാമറ OS സോണി ക്യാമറ തന്നെയാണ് വരുന്നത്. പക്ഷേ 8 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയാണ്, ടെലിഫോട്ടോ ലെൻസ് ഇല്ല. അപ്പോൾ ഇത് ഒന്ന് പ്രത്യേകം ഓർത്ത് വെച്ചോളൂ, വ്യത്യാസമുണ്ട് 14ലേക്ക്. സോ അപ്പോൾ അങ്ങനെയാണ് മൊത്തത്തിൽ ക്യാമറയുടെ കാര്യങ്ങൾ. ഇനി നമുക്ക് ബാക്കിയുള്ള ഘടകങ്ങൾ നോക്കിയാലോ. പെർഫോമൻസ് Dimensity 8450 എന്ന് പറയുന്ന പ്രോസറാണ്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. യാതൊരു വിഷയവുമില്ല, നൈസായിട്ട് സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം, യാതൊരു ഇഷ്യൂസും നമുക്ക് പറയാനില്ല. 12 GB RAM, 512 GB സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ColorOS 15 ആണ് വരുന്നത്. Android 15 ബേസ്ഡ് ആണ്. യാതൊരു വിഷയവുമില്ല, നൈസായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അത്യാവശ്യം വേണമെങ്കിൽ നിങ്ങൾക്ക് BGMI പോലുള്ള ഗെയിമുകൾ കളിക്കാം. ഞാൻ കളിച്ച് കാണിച്ചു തരുന്നുണ്ട്. വേറെ വിഷയമൊന്നുമില്ല, സ്മൂത്ത് ആയിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. സ്മൂത്ത് എക്സ്ട്രീമിലാണ് നമുക്ക് മാക്സിമം കളിക്കാൻ പറ്റുക. അത് നൈസായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ അത്യാവശ്യം വേണമെങ്കിൽ ഗെയിം കളിക്കാനും ഉപയോഗിക്കാം. അല്ലാണ്ട് ഗെയിമിങ്ങിന് വേണ്ടി പോയി എടുക്കേണ്ട. നല്ല ക്യാമറ ഉള്ള ഒരു ഫോണിൽ അത്യാവശ്യം ഗെയിമും കളിക്കാൻ വേണം. സോ ഓവറോൾ നല്ലൊരു പെർഫോമൻസ് സെറ്റപ്പാണ്, വേറെ ഇഷ്യൂസ് ഒന്നും പറയാനില്ല. Reno 14ലേക്ക് വരുമ്പോൾ ചെറിയ വ്യത്യാസമുണ്ട്. 8350 എന്ന് പറയുന്ന പ്രോസറാണ്, Dimensity തന്നെ. അപ്പോൾ ആ ഒരു പ്രോസറാണ്. സോ ഒത്തിരി കുറഞ്ഞ ഒരു പവർ ആയിരിക്കും. ബട്ട് സ്റ്റിൽ നമുക്കൊരു ഡേ ടു ഡേ ടാസ്ക് ഒക്കെ സ്മൂത്ത് ആയിട്ട് നടക്കാൻ വേണ്ടുന്ന സെറ്റപ്പ് ഇതിനകത്തും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ 2 ഫോൺ നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് മേടിക്കാൻ പറ്റുന്നതാണ്. സോ നിങ്ങൾക്ക് ഷോപ്പിൽ പോയിട്ട് ഒരു ഡെമോ ഒക്കെ എടുത്ത് വേണമെങ്കിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് ചൂസ് ചെയ്യാം, ഒരു ഇഷ്യൂ ഇല്ല. ഇനി ഇതിൻ്റെ മറ്റ് ഘടകങ്ങൾ നോക്കിയാൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ വരുന്നുണ്ട്. സോ അതിൽ വേറെ വിഷയങ്ങളൊന്നുമില്ല. Wi-Fi 6, Bluetooth 5.4 പോലുള്ള കാര്യങ്ങളുണ്ട്. ബാറ്ററി കപ്പാസിറ്റി 6200 mAh ആണ്. ബാറ്ററി പറയാൻ മറന്നുപോയി. ബാറ്ററി 6200 mAh, നല്ല ലാർജ് ബാറ്ററിയാണ്. എന്നിട്ടും ഇത്രയും സ്ലിം ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു നല്ല ഘടകമാണ്. 80 വാട്ടിൻ്റെയാണ് ചാർജിങ് വരുന്നത്. വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് സ്ലോ ഒന്നുമല്ല, 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഗംഭീരമായി. ബാറ്ററി ലൈഫ്, ബാറ്ററിയുടെ ഒരു ഹെൽത്ത്, ഡ്യൂറബിലിറ്റി നോക്കുകയാണെങ്കിൽ 5 ഇയർ വരെയുള്ള ഒരു ഡ്യൂറബിലിറ്റിയാണ് ബാറ്ററിക്ക് ഇവർ പറയുന്നത്. സോ അതും നല്ലൊരു ഘടകമായി. ഇതിൽ Reno 14 വ്യത്യാസമുണ്ട്. 6200 ഇല്ല, 6000 mAh ബാറ്ററി ഉള്ളൂ. ബട്ട് സ്റ്റിൽ അത് അടിപൊളിയാണ്. അതിനൊപ്പം തന്നെ 80 വാട്ടിൻ്റെ ചാർജിങ് വരുന്നുണ്ട്. പക്ഷേ ഇതിൽ വയർലെസ് ചാർജിങ് വരുന്നില്ല കേട്ടോ. വയർലെസ് ചാർജിങ് അടക്കം വേണമെങ്കിൽ 14 Pro തന്നെ എടുക്കണം. ഇനി 2 ഫോണുകളുടെയും ഏറ്റവും നല്ല ഒരു ഘടകം എന്ന് പറയുന്നത് ഇതിന്റെ ഡിസ്പ്ലേ ആണ്. നൈസ് ഡിസ്പ്ലേ ആണ്, നിങ്ങൾക്ക് അവിടെ കാണാം, ഒരു വിഷയമില്ല. 6.83 ഇഞ്ച് വരുന്ന LTPS 120 Hz OLED ഫ്ലെക്സിബിൾ ഡിസ്പ്ലേ ആണ് വരുന്നത് 14 Proയിൽ. 14ലും സെയിം സെറ്റപ്പ് ആണെങ്കിലും ഡിസ്പ്ലേ സൈസിൽ വ്യത്യാസമുണ്ട്. 6.59 ഇഞ്ചേ വരുന്നുള്ളൂ. സോ കുറച്ചും കൂടിയും ഒതുങ്ങിയ ഒരു ഡിസൈനിലാണ് ഈ ഡിസ്പ്ലേ വരുന്നത്. 14ന്റെ ഡിസ്പ്ലേ വരുന്നത് 600 Nitsന്റെ ടിപ്പിക്കൽ ബ്രൈറ്റ്നസും 1200 Nitsന്റെ ഹൈ ബ്രൈറ്റ്നസ് മോഡും വരുന്നുണ്ട്. ഡീസെന്റ് ആയിട്ട് നമുക്ക് അകത്തും പുറത്തും ഒക്കെ കാര്യങ്ങൾ വൃത്തിയായിട്ട് കാണാം. പിന്നെ സ്പ്ലാഷ് ടച്ച് പോലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് നനഞ്ഞ കൈ കൊണ്ട് തൊട്ടാലും കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഫോണിന്റെ ഡിസൈൻ, ഡിസ്പ്ലേ, പെർഫോമൻസ്, ക്യാമറയുടെ ഭാഗത്തുള്ള AI ഫീച്ചേഴ്സ് ഒക്കെ പറഞ്ഞു. ഇത് കൂടാതെ ജനറൽ ആയിട്ടുള്ള നോർമൽ AI ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഇതിൽ വരുന്നുണ്ട്. AI വോയിസ് സ്ക്രൈബ്, നമുക്ക് ആവശ്യമുള്ള വോയിസ് റെക്കോർഡ് എന്തെടുത്താലും അത് റെക്കോർഡ് ചെയ്യും, അതിനെ സമ്മറൈസ് ചെയ്യും, അതിനെ ടെക്സ്റ്റ് ആക്കി മാറ്റും. അങ്ങനെയുള്ള എല്ലാ പരിപാടികളും AI വോയിസ് സ്ക്രൈബ് വൃത്തിയായിട്ട് ചെയ്യും. പിന്നെ AI ട്രാൻസ്ലേറ്റ്, നമുക്ക് എന്ത് സംഭവം വേണമെങ്കിലും സ്ക്രീനിലുള്ളത് ഈസി ആയിട്ട് ട്രാൻസ്ലേറ്റ് തരുന്ന പരിപാടി ഇത് കൃത്യമായിട്ട് ചെയ്യും. പിന്നെ AI കോൾ അസിസ്റ്റന്റ്, കോൾ വരുമ്പോൾ നമുക്ക് ഇവിടെ കാണുന്ന പോലെ AI കോൾ സമ്മറി, ട്രാൻസ്ലേറ്റ് കോൾ, അങ്ങനെയുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഈസി ആയിട്ട് സമ്മറൈസ് ചെയ്യാനോ ട്രാൻസ്ലേറ്റ് ചെയ്യാനോ ടെക്സ്റ്റ് ആക്കി മാറ്റാനോ ഒക്കെ സാധിക്കും കോളിന്. സോ ആ വക സംഭവങ്ങളുണ്ട്. സോ അങ്ങനെ ബേസിക്കലി പിന്നെ റൈറ്റിംഗ് ടൂള്, ബേസിക്കലി ഒരുപാട് പേർക്ക് ആവശ്യമുള്ള സംഭവമാണ്. എന്ത് റൈറ്റ് ചെയ്യുമ്പോൾ അതിന് റൈറ്റിംഗ് ടൂൾ വരും, റീറൈറ്റ് ചെയ്യാം, അങ്ങനെയുള്ള സംഭവങ്ങൾ, എല്ലാ സംഭവങ്ങളും AI ബന്ധപ്പെട്ട എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ അതിലും കോംപ്രമൈസ് ഒന്നും ചെയ്തിട്ടില്ല, നന്നായിട്ട് ചെയ്തിരിക്കുന്നു. സോ മൊത്തത്തിൽ ഈ 2 ഫോണുകളിലും പ്രധാനപ്പെട്ട എല്ലാ AI ഫീച്ചേഴ്സും ഉണ്ട്, ഡീസൻ്റായി പെർഫോമൻസ് ഉണ്ട്, നല്ല ക്യാമറയും ഉണ്ട്, ബാറ്ററിയും ഉണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട്. പൊതുവേ ഇവരുടെ ഫോണുകളുടെ കാര്യത്തിൽ വിലയിലേക്ക് എത്തുമ്പോഴാണ് പലർക്കും ഇഷ്ടപ്പെടാതിരിക്കുക. പക്ഷേ ഒപ്പോടെ ഫോണുകളുടെ രീതി അറിയാവുന്നവർക്ക് ആ വില ഓക്കെ ആയിരിക്കും. ഓഫ്ലൈൻ ഷോപ്പുകളിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പോയി വാങ്ങിക്കാവുന്ന ഐറ്റംസ് ആണ്. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിലെല്ലാ സംഭവങ്ങളും നന്നായിട്ടുണ്ട് എന്നുള്ളത് ഒരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ ആണ് എൻ്റെ. സോ മൊത്തത്തിൽ ഈ ഒരു ഫോണിൽ 6000 mAh ബാറ്ററി അടക്കമുള്ള ഘടകങ്ങൾ, അത്യാവശ്യം നല്ല വൈഡ് ആംഗിൾ ടെലിഫോട്ടോസ്, ലെൻസ്, സൂമിങ്, ഇങ്ങനെ എല്ലാ ഘടകങ്ങളും ഉള്ളതുകൊണ്ട്, നല്ല ബാറ്ററി സെറ്റപ്പ് കൂടി ഉള്ളതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു ഫോൺ നിങ്ങൾക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആണ്. അത് എവിടേക്കും ധൈര്യമായിട്ട് എടുത്തുകൊണ്ട് പോകാം. ബാറ്ററി ലൈഫ് ഉണ്ടാവും, നല്ല സൂമിങ്ങും വൈഡ് ആംഗിളും എല്ലാം വെച്ചുകൊണ്ട് ക്യാമറ, വീഡിയോസ് എല്ലാം എടുക്കാൻ സാധിക്കുന്ന നല്ല സെറ്റപ്പാണ്. നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചില ഓഫേഴ്സൊക്കെ ഞാൻ അവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. കൃത്യമായ വില എനിക്കറിയില്ല, അറിയുന്ന വഴിക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആ വിലയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചൂസ് ചെയ്യാം. ഞാനിതിൽ എന്തൊക്കെയുണ്ടെന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. എടുക്കണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. നന്നായിരിക്കുന്നു, താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ലിങ്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഷോപ്പിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാം. സോ അത്രയുമാണ് Reno 14 സീരീസിൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.